നോക്കാത്ത ദൂരത്ത് കണ്ണുനട്ടാണ് ചേച്ചിയുടെ ആദ്യ സിനിമ. അതിലൊരു ബാലതാരമായിട്ടാണ് ചേച്ചി 84-ലാണെന്ന് തോന്നുന്നു അല്ലേ ആ സിനിമ റിലീസാവുന്നത്. അതിനുശേഷം ചേച്ചി ബാലേന്ദ്രമേനോൻ്റെ ഒരു സിനിമയിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഹസീനയിൽ നിന്ന് ഉഷയിലേക്ക് മാറുന്നത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതായിരിക്കാം എങ്കിലും കുറഞ്ഞ ചെറിയായിട്ട് ഒന്ന് പറയാമോ എങ്ങനെയായിരുന്നു ആ മാറ്റം എന്നൊക്കെ ഉള്ളത്? അത് പിന്നെ എല്ലാ നായികമാരുടെയും പേര് സാറ് മാറ്റുമായിരുന്നു. അങ്ങനെ എൻ്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ബാപ്പയോട് വന്ന് ബാപ്പ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് എൻ്റെ മോൾക്കിട്ടിരിക്കുന്നത്, ഇനി വേറെ ഒരു പേരിടണമെന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ സാറ് പറഞ്ഞത് ഇപ്പം പല സ്ഥലത്തും ഷൂട്ടിനൊക്കെ പോകുമ്പോൾ പിന്നെ പല അമ്പലങ്ങളിലൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ എന്ത് അടിസ്ഥാന ഇപ്പോഴതൊക്കെ പറയുന്നു, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അയ്യോ സാർ അന്നേ അത് പറഞ്ഞു ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അത് പ്രശ്നം. പിന്നെ ന്യൂമറോളജി വെച്ച് നോക്കിയിട്ടൊക്കെയാണ് എന്തായാലും മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് സാറിട്ട പേരാണ്. അപ്പോൾ അത് മാറ്റാൻ പിന്നീട് എല്ലാവരും പറഞ്ഞു. രണ്ടാമത്തെ പടമൊക്കെ ആയപ്പോഴത്തേക്ക് അത് മാറ്റണമെങ്കിൽ മാറ്റാമെന്ന്. അപ്പോൾ വേണ്ട, സാറിട്ട പേരല്ല, ഒരു ഗുരു നിന്ന വേണ്ട, അതവിടെ അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ ഉഷ എന്ന പേരിട്ടതിന് നമ്മുടെ ഇവിടെ കുറേ പേർക്കൊക്കെ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ഹസീന എന്നുള്ള പേര് മാറ്റി ഉഷ എന്നാക്കിയതിനെ കുറിച്ച് ഞങ്ങളുടെ ബന്ധുക്കൾക്കും ബാപ്പിയുടെ സുഹൃത്തുക്കൾക്കിടയിലും ഒക്കെ വലിയ ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ഇടുന്നുണ്ട്. ഉഷ എന്ന് പറഞ്ഞൊരു കോമൺ നെയിമാണ്. ഇപ്പൊ നിഷ എന്നുള്ള പേര് പണ്ടൊക്കെയാണ് അത് പിന്നെ ഹിന്ദുക്കൾ മാത്രം ഇടുന്നത്, ഇപ്പൊ മുസ്ലിംസും എല്ലാ ആൾക്കാരും ഇടുന്നുണ്ട് നിഷ, അങ്ങനെ പല പേരും ഇടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എന്താ അർത്ഥം? ഒന്ന് ചേച്ചി ഇടതുപക്ഷ സഹയാത്രികയാണ്. ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് ഇടതുപക്ഷ സഹയാത്രിക എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയുന്നത്? ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒന്ന് പറയാമോ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. വിവാദപരമായ എന്നിട്ട് വേണം ഇനി പിന്നെ ഇതിന്റെ താഴെ കുറെ കമന്റ്സുമായിട്ട് ആൾക്കാർ വരെ. എന്തിനാണ്? ധൈര്യമായിട്ട് പറയാം. ചേച്ചിക്ക് തോന്നുന്നത് എന്താണ്? പൊളിറ്റിക്സിനെ കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യം. ആലപ്പുഴയിൽ ആര് ജയിക്കും? ആരിഫിക്കും. ഉറപ്പിച്ച്. കേരളത്തിൽ 20-ൽ എത്ര സീറ്റ് ഇടതുപക്ഷം? 20 കിട്ടണമെന്നാണ്, 20 കിട്ടണം. എന്നാലും മാക്സിമം സീറ്റ് കിട്ടും. എത്ര വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ചേച്ചി? ചേച്ചിയുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവുമല്ലോ പ്രവർത്തനം ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഞാനങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എങ്കിലും ഒരു 10-12 സീറ്റ് 10-ന് മുകളിൽ എന്തായാലും കിട്ടുമെന്നാണ് ഉറപ്പ്. നമ്മുടെ മുഖ്യമന്ത്രി രണ്ടാം ഊഴമാണല്ലോ ഇപ്പോൾ. അതെ. കേരളത്തിന്റെ ഈ ഭരണത്തെക്കുറിച്ച് പൊതുവിൽ ഒരു സമ്മിശ്രമായ പ്രതികരണമാണ്. എത്ര മികച്ചതാണെന്ന് പറയുന്നവരില്ല, എന്നാൽ മോശമാണെന്ന് പറയുന്നവരില്ല. ഒരു ഇടതുപക്ഷ സഹയാത്രിക്ക് എന്താണ് തോന്നുന്നത് കേരള ഭരണത്തെക്കുറിച്ച്? നമ്മുടെ സർക്കാർ നല്ല ഭരണമല്ലേ കാഴ്ചവെക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോൾ 10 വർഷമായില്ലേ, ഈ നമ്മൾ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം എന്ന് പറയുന്ന കോവിഡ് മഹാമാരി വന്ന സമയത്തും പ്രളയം വന്ന സമയത്തും ഒക്കെ നമ്മുടെ ഈ ഇടത് സർക്കാർ നമ്മുടെ ജനങ്ങളെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത്? അത് മാത്രം നമ്മളൊന്ന് ഓർത്താൽ മതിയല്ലോ. പിന്നെ എപ്പോഴാണെങ്കിലും എത്ര നല്ലത് ചെയ്താലും ഒരു ചെറിയ പോരായ്മ ഉണ്ടായാൽ അതിനെ ഭയങ്കരമായിട്ട് വലുതാക്കി കാണിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വികസനങ്ങൾ തന്നെ നോക്കും. നമ്മുടെ നാട്ടിലെ റോഡുകളും ഞങ്ങളുടെ ആലപ്പുഴയെ മാത്രം എടുത്താൽ മതിയല്ലോ, എന്തുമാത്രം വികസനങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്നു. അത് കേരളത്തിൽ ഉടനീളം ഉണ്ടല്ലോ, നല്ല വികസനങ്ങൾ നടക്കുന്നുണ്ട്. കമ്മി എന്നുള്ള പേരിപ്പം നല്ല ഡീസൻ്റ് ആയിട്ട് താഴെ കമൻ്റ് ആയിട്ട് ചാർത്തപ്പെടും. അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത്? ഞാൻ വിളിച്ചപ്പോഴത് ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞതല്ലേ, പക്ഷെ സമ്മതിച്ചില്ല. ഇതിന്റെ പിന്നിൽ എന്ത് കമന്റ് വന്നാലും അതിന് ഉത്തരവാദിത്വം